മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പുഞ്ചപ്പാടം വഴി നേരം ഇരുട്ടി യാത്ര ചെയ്യുന്നവർ റാന്തൽ വിലക്കോ ചൂട്ടോ അതുമല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ കയ്യിൽ കരുതണം. എന്തെങ്കിലും കാരണവശാൽ പുഞ്ചപ്പാടത്ത് ഇറങ്ങേണ്ടി വന്നാൽ ഇവയില്ലെങ്കിൽ ദുരിതത്തിലാകും. കാരണം പുഞ്ചപ്പാടം സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റും തെരുവിളക്കുകളും കത്താതായിട്ട് മാസങ്ങളായി. ജനങ്ങളുടെ ജീവനും സംരക്ഷണത്തിന് വേണ്ടി സ്ഥാപിച്ചൊരു ഹൈമാസ്റ്റ് ലൈറ്റാണ് ഇവിടെ ഈ ലൈറ്റ്. ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഈ ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ കുറേ പ്രാവശ്യമായിട്ട് ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടും ഈ ഹൈമാസ്റ്റ് ലൈറ്റ് വർദ്ധിക്കാൻ വേണ്ടി ആരും തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ ലൈറ്റുകൾ, ഈ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പുഞ്ചപ്പാട് തന്നെ ഉണ്ടാകുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഈ കടക്കാരുടെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ഈ കടക്കാർ കട നിർത്തി പോകുമ്പോൾ ഈ ലൈറ്റുകൾ ഓഫാക്കുകയും ആ ഓഫാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശം ഫുൾ ഇരുട്ടിൽ ആളുകൾ അവസരങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇത് നേരാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ? അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇത് കൃത്യമായി പരിഹരിക്കണമെന്ന് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടും അവർ കൃത്യമായിട്ട് മറുപടി അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു ചർച്ച നടത്താനുള്ള അവസരമായിരിക്കും ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാർഡ് 8, 9, 10 എന്ന് പറഞ്ഞാൽ വാർഡ് 8, 9 കോൺഗ്രസ് കമ്മിറ്റി ഒരു നിർദ്ദേശം ഇവിടുത്തെ ഈ ബന്ധപ്പെട്ട അതിനോട് പറയുകയാണ്. ഈ പ്രദേശവാസികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഈ വെളിച്ചം തയ്യാറാവാത്ത രീതിയിലാണെങ്കിൽ ഞങ്ങൾ ഭാവിയിൽ ഒരു വലിയ പ്രക്ഷോഭമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. റോഡ് നവീകരണത്തിനാണ് പുഞ്ചപ്പാടത്തുണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റിലേക്കുള്ള വൈദ്യുതി ബന്ധം വേർപെടുത്തിയതെന്നാണ് വിശദീകരണം. ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച തെരുവിളക്കുകളും നവീകരണവുമായി ബന്ധപ്പെട്ട് മാറ്റിയെന്ന് പറയുന്നു. എന്നാൽ നവീകരണം നടക്കുന്ന തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം വിളക്കുകൾ തടസ്സം കൂടാതെ കത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിനും റോഡ് നവീകരണക്കാർക്കും വൈദ്യുതി വകുപ്പിനും പറയാൻ വിശദീകരണങ്ങൾ ഏറെയുണ്ടെങ്കിലും വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പുന്നത് പൊതുജനമാണ്. പുഞ്ചപ്പാടത്തെ കടകളിൽ നിന്നുള്ള വെളിച്ചമാണ് ഇവിടെ ആകെയുള്ളത്. ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സ്ത്രീകൾ അടക്കമുള്ളവരും വെളിച്ചമില്ലാതെ ദുരിതത്തിലാണ്. കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങുന്നവരുടെയും അവസ്ഥ മറിച്ചല്ല. തെരുവിളക്ക് ഇല്ലാതായതോടെ ഇഴജന്തുക്കളുടെ ശല്യവും അധികമായി. റോഡ് നവീകരണം നടക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ അപകടം പതിവാണ്. മഴക്കാലമായാലും ഈ സ്ഥിതി തുടർന്നാൽ ദുരിതം ഇരട്ടിയാകും. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഇരുവശത്തും മധ്യത്തിലും ലൈറ്റുകൾ സ്ഥാപിക്കും. പക്ഷേ ഇതിനു കാലതാമസം നേരിടുകയാണെങ്കിൽ താൽക്കാലിക നടപടിയെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. പ്രശ്നം ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് യോഗത്തിൽ ഉന്നയിക്കുമെന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് ലൈറ്റുകൾ സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്നും 10ാം വാർഡ് മെമ്പർ സി ജയശ്രീ അറിയിച്ചു. പുതിയ തെരുവിളക്കുകൾ ഉടൻ സ്ഥാപിക്കണമെന്നും നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും 8, 9, 10 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. CCN കടമ്പഴിപ്പുറം.